നമ്മുടെ സഞ്ജു സാംസൺ. പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് സഞ്ജുവിനെ ഇതുപോലൊരു ഒരു ഗെയിം നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയിട്ട് അവസാനം വി വോണ്ടഡ് ഹിം ടു പ്രൂവ് ഹിംസെൽഫ്. ഒരു സ്ഥലത്ത് പുള്ളിയുടെ വാല്യൂ എന്താണ്, സൗത്ത് ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ ഒരു സ്റ്റേജിൽ പുള്ളി പെർഫോം ചെയ്യണമെന്നുള്ളത് അടിപൊളിയായിട്ട് പുള്ളി അതവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി പുള്ളിയുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി ഒരുപാട് പ്രശ്നത്തിലും കാര്യത്തിലും എല്ലാം നിന്ന് പുള്ളി ഇവിടെ മുംബൈയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നതിന് ശേഷം മുംബൈയിൽ വെച്ചിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പുള്ളി സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, എന്നിട്ട് കുറേ നേരം പോയി നിന്നു. അപ്പോൾ ഇങ്ങനെ സീനിയർ പ്ലെയേഴ്സിനെയൊക്കെ വിളിക്കും. ഇപ്പം റീസെൻ്റ്ലി ഇപ്പം ഇന്ന് പറഞ്ഞത് പുള്ളി സച്ചിൻ ടെണ്ടുൽക്കറിനോട് വിളിച്ച് സച്ചിൻ സാറിനോട് സംസാരിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ പുള്ളിയുടെ ആ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് അങ്ങനെയുള്ളൊരു ആ ഒരു ഫേസ് ലൈഫിൽ ആ ഒരു ഫേസ് പുള്ളി കടന്നു പോയെന്നുള്ളത്. ക്രിക്കറ്റ് നിർത്തിയാൽ എന്തെന്ന് കൂടെ പുള്ളി ആലോചിച്ച് ടൈമും ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസും കാര്യങ്ങളും അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് 100 കാര്യങ്ങൾ കാണും. പക്ഷേ കൺസിസ്റ്റൻസി ഈസ് കീ. പുള്ളി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി വർക്ക്ഡ് ഹാർഡ്. തിരിച്ചു വരാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പുള്ളി നല്ല ശ്രമിച്ചാണ് പുള്ളി ഈ ഒരു ഫീൽഡ് അങ്ങനെ നിൽക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡല്ലേ അത്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റും ആ നമ്മുടെ മൈൻഡിനെ ആ രീതിയിൽ സ്ട്രെങ്ത് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ പുള്ളിയുടെ കളി കാണാൻ. ഒരു 88 റൺസ് 89 റൺസ് ആ ഒരു രീതിയിൽ പുള്ളി പോയി. സെമി ഫൈനൽസിലും എക്സെപ്ഷണൽ പെർഫോമൻസ്. ഇപ്പം എല്ലാവരും പറയുന്നു. പിന്നെ അവിടെ നിന്ന് നോർത്ത് ഇന്ത്യൻ ഈ സഞ്ജു സാംസൺ ഈ ഒക്കെ പറയുന്ന അതും കാര്യങ്ങളെല്ലാം കുറവാണെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യക്ക് ഇനി അതൊന്നും വേണ്ട. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഈവൻ വിരാട് കോഹ്ലി ചേട്ടാന്ന് വിളിക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. പുള്ളി ചേട്ടാന്ന് വിളിച്ച് പുള്ളി ഒരു സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് അതിനേക്കാളും വലിയ അപ്രിസിയേഷനും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ഈവൻ നമ്മുടെ സച്ചിൻ സാർ പോലും പുള്ളിയെ വിളിച്ച് പേഴ്സണലായിട്ട് വിളിച്ച് അപ്രിഷിയേറ്റ് ചെയ്തതെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. ആൻഡ് ഇപ്പം ഫാൻസ് കാണിക്കുന്ന ക്രിറ്റിസിസം വരുന്നത് പോലെ തന്നെ അപ്രിസിയേഷനും വരണം. ക്രിറ്റിസിസം പുള്ളി ഫേസ് ചെയ്ത പോലെ അന്ത ലെവലിലാണ് പുള്ളി ഫേസ് ചെയ്തത്. പിന്നെ ബെഞ്ച് പ്ലെയർ ആയിട്ടിരുന്നു. പിന്നെ ഇതുപോലെ എല്ലാം തഴഞ്ഞ് പുള്ളി ഒരുപാട് സിറ്റുവേഷനിൽ നിന്ന് പുള്ളി കയറി വന്ന ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ. ആൻഡ് പേഴ്സണലി ഞാൻ പുള്ളിയുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, വിഴിഞ്ഞം. ആൻഡ് നമ്മൾ ആ ഒരു പ്രദേശത്താണ് താമസിക്കുന്നത്. സോ ഞാൻ അല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ട് പുള്ളിയെ. അതുപോലെ നമ്മുടെ ഇവിടെ കളിക്കാൻ വരുമായിരുന്നു, ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ട്, അവിടെയൊക്കെ കളിക്കാൻ വരുമായിരുന്നു. പിന്നെ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ വെള്ളയണി ടീമിൻ്റെ കൂടെ ഓപ്പോസിറ്റ് ആയിട്ട് പുള്ളിയുടെ ടീം കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ. അപ്പം എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഓർമ്മ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ആ ടൈമിൽ പുള്ളി കളിച്ചിട്ടുണ്ട് ഇവിടെ. ആൻഡ് പുള്ളിയുടെ കളി കാണാനായിട്ട് എല്ലാവരും വരികയും ഭയങ്കര ഇതൊക്കെയായിരുന്നു. അങ്ങനെ എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. അത് പുള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സോ എനിവേയ്സ്, നമ്മൾ ഇന്ത്യ T20 വേൾഡ് കപ്പ് എന്തായാലും ലിഫ്റ്റ് ചെയ്തു. ആൻഡ് അതിൻ്റെ ഒരു വലിയ ഒരു ഇൻവോൾവ്മെൻറ്റ് സഞ്ജു സാംസൺ ഉണ്ട്. സീരിയസ്ലി ആസ് എ മലയാളി ഞാൻ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണെന്നുള്ള കാര്യം പറയാം. നമ്മളങ്ങനെ പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ നമ്മൾ തൂക്കി തലയിൽ വെക്കുന്നതൊന്നും അല്ല. പക്ഷേ കുറേ നാളായിട്ട് പുള്ളിയുടെ ആ ഒരു പുള്ളിയെ പറ്റി ഇങ്ങനെ മോശം പറയുമ്പോഴും മോശം ഇത് കാണുമ്പോഴെല്ലാം ഞാൻ സ്വൈപ്പ് ചെയ്ത് പോകും. കാരണം ബിക്കോസ് ഐ വോണ്ടഡ് ദിസ് ഗൈ ടു ബി ഈ ഒരു ഇപ്പം പുള്ളി എവിടെയാണ് നിൽക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരേണ്ട അത്രയും കാലിബറുള്ള ഒരു മനുഷ്യനാണത്. പിന്നെ സൗത്ത് ഇന്ത്യൻ പ്ലെയേഴ്സിനും ഇനി ഇതൊരു നോർത്ത് ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയാണ്, അറിയാമല്ലോ. അപ്പോൾ അവിടെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ട്. ഇനി അടുത്ത ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായിട്ട് അളിയൻ വരുന്നുണ്ട്. സോ അതിന് മാർച്ച് 28, 29 അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ നിന്ന് പിന്നെ അടുത്ത ഒരു സംഭവം തുടങ്ങുകയാണ്. ആ ഒരു ലെഗസി, നമ്മുടെ MS ധോണിയുടെ ലെഗസി ഇങ്ങനെ ക്യാരി ഔട്ട് ചെയ്ത് പുള്ളി കൊണ്ടുപോകാൻ പോകുന്നതാണ്. അതിന് ഇന്ന് അത്രയും സ്റ്റാർഡം ഉള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് നമ്മുടെ സാംസൺ മാത്രമേ ഉള്ളൂ. സോ എനിക്ക് പേഴ്സണലി ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് നമ്മുടെ ആ ഒരു സഞ്ജു സാംസന്റെ ആ ഒരു കളിയും കാര്യങ്ങളെല്ലാം വിറ്റ്നസ് ചെയ്യാനും ആൻഡ് ടു സേ ദാറ്റ് വി ആർ ഓൾ ഫ്രം ദ സെയിം പ്ലേസ്, നമ്മൾ കേരളത്തിൽ നിന്നാണ്. സോ അതിന് ആസ് എ മലയാളി താങ്ക് യു സഞ്ജു, താങ്ക് യു സോ മച്ച് ഫോർ വാട്ട് എവർ യു ഹാവ് ഡൺ. എന്ത് ചെയ്ത എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. ആൻഡ് താങ്ക്സ് ഫോർ ദിസ് വണ്ടർഫുൾ ബാറ്റിംഗ് ഫീൽഡിംഗ് എല്ലാം that you did in this tournament. Okay, so I'll see you guys next time. നിങ്ങളുടെ കമൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ പറയൂ.
ആൻഡ് ലെറ്റ്സ് ഓൾ സേ എന്താണ് താങ്ക് യു സഞ്ജു. ഓക്കെ, #thank you Sanju in the comments. Okay, I'll see you guys next time. Bye.